പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല സമയം കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാൻ കർത്താവ് കൃപ ചെയ്യുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വലിയ കരം നമ്മോടുകൂടെ ഇരിക്കുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രൈസ് ദി ലോർഡ്. പട്ടണത്തിന്റെ സ്ഥിതികൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ പട്ടണത്തിന്റെ അവസ്ഥകൾക്ക് നിങ്ങൾക്ക് സ്ക്രീൻ കാണാമെന്ന് കരുതുന്നു. കാണാമോ? ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പട്ടണത്തിന്റെ സ്ഥിതികൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നാം പ്രതീക്ഷിക്കാത്തതായ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ നാം ചഞ്ചലപ്പെട്ടു പോകേണ്ട. കർത്താവിന്റെ പരിപാലനത്തിന്റെ കരം നമുക്ക് അനുഭവിച്ചറിയുവാൻ ദൈവമായ കർത്താവ് സഹായിക്കുമാറാകട്ടെ. സൂമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ലേവ്യ പുസ്തകത്തിലെ കാര്യങ്ങളാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലേവ്യ പുസ്തകത്തിൽ നാം വായിക്കുന്ന കാര്യങ്ങൾ അഥവാ വായിക്കുവാൻ താല്പര്യപ്പെടാത്തതാണെങ്കിലും വായിക്കേണ്ട പ്രധാനപ്പെട്ടതായ വിഷയങ്ങളായതുകൊണ്ട് നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് തന്നെയാണ് ഈ ഭാഗം അല്പം വിശദമായി ഞാൻ ചിന്തിപ്പാനായിട്ട് ശ്രമിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നാം അഞ്ചാമത്തെ യാഗമായ അകൃത്യയാഗത്തെ കുറിച്ച് ചിന്തിപ്പാനായിട്ടിടയായി. അകൃത്യയാഗം ലേവ്യ പുസ്തകം 5-ാം അധ്യായത്തിലാണ് നമുക്ക് വായിപ്പാനായിട്ട് കഴിയുന്നത്. നമ്മളത് ഒരുപക്ഷെ വായിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തില്ല. മനസ്സിലായാലും നമ്മളത് ശ്രദ്ധിക്കാറില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പുതിയ നിയമത്തിൽ നമുക്കത് വലിയ പ്രയോജനം ചെയ്യുന്നില്ല എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉള്ളത് കൊണ്ടാണ്. പക്ഷെ അങ്ങനെയല്ല. ദൈവസന്നിധാനത്തിൽ അത് വളരെ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. 5 യാഗങ്ങളെ കുറിച്ച് നമുക്ക് പ്രധാനമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ടല്ലോ. അതിൽ 5-ാമത്തെ വിഭാഗമാണ് അകൃത്യയാഗത്തിലേക്ക് വന്നത്. അകൃത്യയാഗത്തിൽ പ്രധാനമായും 7 സന്ദർഭങ്ങളിലായിട്ടാണ് ഈ അകൃത്യയാഗം അർപ്പിക്കുവാനായിട്ട് മോശ മുഖാന്തരം യഹോവയായ ദൈവം ജനത്തിന് കൽപ്പന കൊടുക്കുന്നത്. ആ 5 സന്ദർഭങ്ങളും നമ്മുടെ പുതിയ നിയമ ജീവിതത്തിൽ മിക്കവാറും ഡെയിലി ബേസിസ് തന്നെ കടന്നു വരുന്നത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ അശ്രദ്ധ മൂലം, നമ്മുടെ അറിവില്ലായ്മ മൂലം ദൈവവചനം അനുസരിക്കാതെ പോകുമ്പോൾ നമ്മൾ ശിക്ഷാവിധിയിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പാപത്തിന് ശിക്ഷയുണ്ട്. അറിയാതെ ചെയ്യുന്നതായ പാപങ്ങൾക്ക് മാത്രമേ ക്ഷമയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് അല്ലെങ്കിൽ രക്ഷയുടെ സന്തോഷം നമ്മുടെ ഉള്ളത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പാപത്തെക്കുറിച്ചുള്ളതായ ബോധം, നീതിയെക്കുറിച്ചുള്ളതായ അറിവ്, ന്യായവിധിയെക്കുറിച്ചുള്ളതായ മുന്നറിയിപ്പ്, ഇതൊക്കെ നമുക്ക് പരിശുദ്ധാത്മാവ് സമയാസമയങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അത് നാം മനസ്സിലാക്കിയില്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ്, അതിനനുസരിച്ച് നാം ഈ ജഡത്തിലായിരിക്കുമ്പോൾ കഷ്ടത അനുഭവിക്കേണ്ടതായി വരും. പാപത്തിന് ശിക്ഷയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പാപവും ശിക്ഷ വിധിക്കാതെ പോകുകയില്ല. ശിക്ഷ വിധിക്കാത്ത പാപം അല്ലെങ്കിൽ പാപം ചെയ്തിട്ട് ദൈവം അതിനെതിരെ കണ്ണടച്ചാൽ ദൈവം നീതിയില്ലാത്ത ദൈവമെന്ന് പറയേണ്ടതായി വരും. ദൈവം ഒരിക്കലും നീതിയില്ലാത്ത ദൈവമല്ല. ദൈവം നീതിമാനായ ദൈവമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് അറിവ് നേടേണ്ടത്, ദൈവവചനത്തിലുള്ളതായ അറിവ് നേടേണ്ടത് വളരെ ആവശ്യമാണ്. നാം കഴിഞ്ഞ ആഴ്ചയിൽ 2 അവസരങ്ങളാണ്, 2 സന്ദർഭങ്ങളാണ് അകൃത്യയാഗങ്ങൾ അല്ലെങ്കിൽ ട്രസ്പാസ് ഓഫറിങ്ങിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചത്. 7 സന്ദർഭങ്ങളിലായിട്ടാണ് ഇസ്രായേൽ മക്കളോട്
അകൃത്യയാഗം ദൈവസന്നിധാനത്തിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ 7 സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾക്ക് ചിന്ത. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ 2 കാര്യങ്ങൾ ചിന്തിച്ചു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, സത്യം അറിഞ്ഞിട്ടും ആ സത്യം നമ്മൾ പ്രസ്താവിക്കാതിരിക്കുകയോ സത്യം മറച്ചു വെക്കുകയോ ചെയ്താൽ അത് അകൃത്യമാണ്. സത്യം അറിയാമെന്നിരിക്കെ ആ സത്യം മറച്ചു വെച്ച് നാം മുന്നോട്ട് പോയാൽ അത് നമുക്കും കുടുംബങ്ങൾക്കും അതുപോലെ ദൈവസഭയ്ക്കും അത് ഹാനികരമായി തീരും. അതുകൊണ്ട് സത്യം അറിയുമ്പോൾ ആ സത്യം മറച്ചു വെക്കാതെ അത് വെളിപ്പെടുത്തുവാൻ ദൈവജനം തയ്യാറാകണം എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ സന്ദർഭം എന്ന് പറയുന്നത്, അശുദ്ധമായതിനെ തുടരുത് എന്ന ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. ലേവ്യാപുസ്തകം 5-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ അതാണ് നമ്മളെ ഓർപ്പിക്കുന്നത്. Or if a soul touch any unclean thing, whether it be a carcass of an unclean beast or a carcass of unclean cattle, or the carcass of unclean creeping things, and if it be hidden from him, he also shall be unclean and guilty. നമ്മൾ അറിഞ്ഞോ നമ്മൾ അറിയാതെ ഒരു അശുദ്ധ മൃഗത്തിന്റെയോ അശുദ്ധ ഇഴജാതിയുടെയോ അല്ലെങ്കിൽ അശുദ്ധമായ ഏതെങ്കിലും ഒരു വസ്തുവിനെ തൊടുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് നമുക്ക് മറവായി ഇരുന്നാലും അത് അശുദ്ധമാണ് എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. അങ്ങനെ അശുദ്ധമായതിനെ തൊട്ട് കഴിഞ്ഞാൽ അത് അകൃത്യമായി ദൈവസന്നിധിയിലേക്ക് വരുമ്പോ അതിനെന്ത് ചെയ്യണം? അതിന് പ്രായശ്ചിത്തമായി അകൃത്യയാഗം നമ്മൾ കൊണ്ടുവരണം. അപ്പൊ അശുദ്ധമായതൊന്നും തൊടുവാൻ പാടില്ല എന്ന് കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, ഇല്ലേ? കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ വേർപാടിന്റെ ദൈവജനം അനുഷ്ഠിക്കേണ്ട ആ സെപ്പറേഷൻ അല്ലെങ്കിൽ വേർപാടിന്റെ വ്യക്തമായ ഉപദേശമുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അശുദ്ധമായതൊന്നും തുടരുത്, അശുദ്ധമായതൊന്നും തുടരുത്. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് മക്കളും ആയിരിക്കേണ്ടതിന് അശുദ്ധമായതൊന്നും തൊടുവാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നാം ദൈവമക്കളാകണമെങ്കിൽ, ദൈവമക്കളായിരിക്കണമെങ്കിൽ, ദൈവമക്കളാകാൻ പ്രയാസമൊന്നുമില്ല കേട്ടോ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുമ്പോ നമ്മൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവിടുത്തെ നാമത്തിൽ വിശ്വസിക്കുന്നതായ ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ദൈവമക്കളാകാൻ യാതൊരു പ്രയാസവുമില്ല. പക്ഷെ ദൈവമക്കളായി ജീവിക്കുവാൻ പ്രയാസമാണ്. നമുക്ക് ദൈവമക്കളായി ജീവിക്കണമെങ്കിൽ വളരെ സൂക്ഷ്മത ആവശ്യമാണ്. അപ്പോ ദൈവമക്കളുടെ അടുക്കലേക്ക് ദൈവത്തിന് വരണമെങ്കിൽ, മക്കളായി തുടരണമെങ്കിൽ, നമ്മൾ കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് മക്കളുമായിരിക്കുമെന്നാണ്. അപ്പോ നാം അശുദ്ധമായതുമായി ക്രയവിക്രയം ചെയ്ത് മുന്നോട്ട് പോയാൽ, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, വി മേ ലൂസ് ആ സൺഷിപ്പ്, ആ പുത്രത്വം എന്ത് ചെയ്യും? നഷ്ടപ്പെടാൻ ഇടയായിട്ട് തീരും. അപ്പോ പുത്രത്വം സൂക്ഷിക്കണമെങ്കിൽ, സൺഷിപ്പ്, ഇഫ് വി വാണ്ട് ടു കീപ് ദ സൺഷിപ്പ്, then we always be away from the this അശുദ്ധമായ അൺക്ലീൻ തിങ്സിൽ നിന്ന് നാം വിട്ടു നിന്നെങ്കിലേ മതിയാകുകയുള്ളൂ. അപ്പൊ രണ്ടാമത്തെ ഇൻസിഡന്റ് എന്ന് പറയുന്നത് ടച്ചിങ് അൺക്ലീൻ തിങ്സ് ആണ്, അല്ലെങ്കിൽ അശുദ്ധമായതിനെ തൊടുന്നതിൽ കൂടെ വരുന്നതായ അകൃത്യമാണ്. ഇനി മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് റാഷ് ഓർ കെയർലെസ് ഓത്ത്സ്. ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുവാനായിട്ടിടയായി കഴിഞ്ഞ ആഴ്ചയിൽ. മൂന്നാമത്തെ വിഷയം എന്താണ്? കെയർലെസ് ഓത്ത്സ് എന്ന് പറഞ്ഞാൽ അശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതായ തീരുമാനങ്ങൾ അല്ലെങ്കിൽ പ്രതിഷ്ഠകൾ, വളരെ വേഗത്തിൽ എടുക്കുന്ന തീരുമാനം.
വേഗത്തിൽ എടുക്കുന്നതായ പ്രതിഷ്ഠകൾ, ദൈവസന്നിധാനത്തിൽ എടുക്കുന്നതായ തീരുമാനമുണ്ടല്ലോ, അതൊരിക്കലും നാം വേഗത്തിൽ എടുക്കുവാനായിട്ട് പാടില്ല. വായിക്കാൻ നമുക്ക് ലേവ്യ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വായിക്കാൻ നമുക്ക്. അല്ലെങ്കിൽ മനുഷ്യൻ നിർവിചാരമായി സത്യം ചെയ്തതുപോലെ ദോഷം ചെയ്യുവാനോ ഗുണം ചെയ്യുവാനോ ഒരുത്തൻ തന്റെ അധരങ്ങൾ കൊണ്ട് നിർവിചാരമായി സത്യം ചെയ്യുകയും അത് അവന് മറവായിരിക്കുകയും ചെയ്താൽ അവൻ അത് അറിയുമ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ അവൻ കുറ്റക്കാരനാകും. ഇതൊക്കെ ശ്രദ്ധിച്ചോണം. Or if a soul swear pronouncing with his lips to do evil or to do good, whatever it be, that man shall pronounce with an oath, and it be hid from him. When he knoweth of it, then he shall be guilty in none of this. ഇപ്പോ എന്താണ് അവിടെ നമ്മൾ വായിച്ചത്? മനുഷ്യൻ നിർവിചാരമായി സത്യം ചെയ്യുന്നത് പോലെ ദോഷം ചെയ്യുവാനോ ഗുണം ചെയ്യുവാനോ ഒരുത്തൻ തന്റെ അധരങ്ങൾ കൊണ്ട് നിർവിചാരമായി സത്യം ചെയ്യുകയും, നിർവിചാരമായി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാതെ, അതിന്റെ ഗൗരവം ഓർക്കാതെ, എന്താണ് ഞാൻ ചെയ്യുന്നത്, എന്താണ് ചെയ്തു കഴിഞ്ഞാലുള്ളതായ ഭവിഷ്യത്ത് എന്താണ്, അതെനിക്ക് ചെയ്യുവാനായിട്ട് പറ്റുമോ എന്നൊന്നും ചിന്തിക്കാതെ നിർവിചാരമായി അത് സത്യം ചെയ്താൽ, pronouncing with his lips to do evil or to do good, whatsoever it be, that man shall pronounce with an oath, and it be hid from him. അത് അവനിൽ നിന്നും മറവായിരിക്കുകയും ചെയ്താൽ, ആ സംസാരിക്കുന്നത് സംബന്ധിച്ച് അവൻ ഗിൽറ്റി ആയിരിക്കും, അവൻ കുറ്റക്കാരനായിരിക്കും. അപ്പോ ഇവിടെ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പറയുന്നത് ആലോചിച്ച് മാത്രമേ പറയാം. ദൈവസന്നിധിയിൽ നാം പറയുമ്പോൾ, ഒരു തീരുമാനം എടുക്കുമ്പോൾ, ദൈവസന്നിധാനത്തിൽ എന്തെങ്കിലും ഒരു പ്രതിഷ്ഠ എടുക്കുമ്പോൾ, അപ്പൊ കിട്ടുന്നതായ ആത്മാവിന്റെ ആ ഊർജം ഉപയോഗിച്ച്, അല്ലെങ്കിൽ അപ്പം കിട്ടുന്ന ആ സമയത്ത് നമുക്ക് ലഭിക്കുന്നതായ ഇമോഷണൽ ആയിട്ടിരിക്കുന്നതായ ആ ഒരു ഭാവത്തിനനുസരിച്ച് നാം ദൈവസന്നിധിയിൽ എന്ത് ചെയ്യരുത്? തീരുമാനമൊന്നും എടുക്കുവാനായിട്ട് പാടില്ല. മേക്കിംഗ് എ തോട്ട്ലെസ് ഓർ hasty vow whether it to do good or evil without weighing the consequences. അതിന്റെ ഫലം നിർണയിക്കാതെ, ഫലം ആലോചിക്കാതെ നാം ദൈവസന്നിധിയിൽ ഒരു തീരുമാനവും എടുക്കുവാനായിട്ട് പാടില്ല. അങ്ങനെ തീരുമാനം എടുത്തിട്ട് അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ അത് സിന്നാണ്, അത് ദൈവസന്നിധിയിൽ പാപമാണ്. അങ്ങനെയെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നാം ദൈവാലയത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ ആത്മീയ കൂട്ടായ്മകളിലേക്ക് നാം വരുമ്പോൾ, നാം ദൈവസന്നിധിയിൽ എടുത്തതായ ഏതെങ്കിലും തീരുമാനം നാം ബ്രേക്ക് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നാം ഒന്നും ചിന്തിക്കാതെ അത് മറന്നു കളഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ, ദൈവസന്നിധാനത്തിൽ നാം അകൃത്യമുള്ളവരാണ്. പുതിയ നിയമത്തിൽ നമ്മളത് ശ്രദ്ധിക്കാറേ ഇല്ല. ശ്രദ്ധിക്കാറുണ്ടോ? ശ്രദ്ധിക്കാറുണ്ടെങ്കിൽ അത് വളരെ മെച്ചപ്പെട്ടതായ ഒരു ഗുണമാണ്. പ്രൈസ് ദി ലോർഡ്. അത് ഒരുപക്ഷെ നമുക്ക് അറിവില്ലായ്മ കൊണ്ടായിരിക്കും അത് ശ്രദ്ധിക്കാതെ പോകുന്നതെങ്കിൽ, ഇനിയും നമ്മൾ അത് വളരെ ശ്രദ്ധിക്കണം. കർത്താവിന്റെ സന്നിധാനത്തിൽ നാം പേഴ്സണൽ പ്രേയറിനിരിക്കുമ്പോഴും, ഒരു കൂട്ടായ്മയ്ക്ക് വരുമ്പോഴും, അത് സഭായോഗമാകട്ടെ, ഉപവാസ പ്രാർത്ഥനയാകട്ടെ, ദൈവസന്നിധിയിലേക്ക് നാം കടന്നു വരുമ്പോൾ, കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ ഞാൻ മുമ്പെടുത്തതായ എന്തെങ്കിലും തീരുമാനം ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഓർമ്മ തരണം, ഞാൻ അതിലേക്ക് മടങ്ങിപ്പോകുവാൻ എനിക്ക് കൃപ തരണമെന്ന് നാം വാസ്തവമായി പ്രാർത്ഥിക്കണം. ആ ദൈവ ഭയം നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുത്തിരിക്കുന്നത്. അവരത് ഓർത്ത് അതിന് പരിഹാരമായി അവരുടെ കന്നുകാലിക്കൂട്ടത്തിലോ അവരുടെ ആട്ടിൻതൊഴുത്തിലോ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് പ്രാവും കുഞ്ഞുങ്ങളെയോ ഒക്കെ ദൈവസന്നിധിയിലേക്ക്
ഭവനത്തിൽ നിന്നേ ഒരുക്കിക്കൊണ്ട് വരികയാണ്. ഇവിടെ ആലയത്തിലേക്ക് വരുമ്പോ അത് അവരുടെ കയ്യിൽ കാണും. അപ്പൊ ഭവനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവരുടെ ഹൃദയത്തിലൊരു വേവലാതിയുണ്ട്. അയ്യോ, ഞാൻ ഈ കൊണ്ടുപോകുന്ന ഈ യാഗവസ്തു അകൃത്യയാഗത്തിനുള്ളതായ യാഗവസ്തുവാണല്ലോ. അവിടെ കൊണ്ടു ചെല്ലുമ്പോ അതിനെന്തെങ്കിലും ഊനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്ലെമിഷ് പുരോഹിതൻ അത് കണ്ടെത്തുമോ? അത് അങ്ങനെയെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞ് അവൻ ഭവനത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ അവൻ വേർതിരിച്ച് നിർത്തിയിരിക്കുന്നതായ ആട്ടിൻകുട്ടിയോ പശുവിനെയോ കാളയെയോ എന്തായാലും അവൻ ഒന്ന് അടിമുടി ഒന്നും കൂടെ ചെക്ക് ചെയ്യും. ആ ഭയത്തോടെയാണ് ആ യാഗപീഠത്തിന്റെ അടുക്കലേക്ക്, ആ സമാഗമന കൂടാരത്തിലേക്ക് വരുന്നത്. നോക്കൂ, ആ ഇസ്രയേലിൽ വരുന്നതായ അവന്റെ ആ മനോഭാവം, അവന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? അവൻ വളരെ ഭയത്തോടെയാണ് ദൈവസന്നിധിയിലേക്ക് വരുന്നത്. നാം അങ്ങനെയാണോ ദൈവസന്നിധിയിലേക്ക് വരുന്നത് എന്ന് നാം ഒന്ന് ശോധന ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആരാധനയ്ക്കായാലും നമ്മുടെ കൂട്ടായ്മയ്ക്കായാലും ദൈവം നമ്മൾ പ്രസാദിക്കണമെങ്കിൽ നാം ആ രീതിയിൽ വേണം വരാൻ. പഴയ നിയമത്തിലെ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിലെ ദൈവവും. പഴയ നിയമത്തിൽ പ്രമാണം കൊടുത്തവൻ പുതിയ നിയമത്തിലെ പ്രമാണം കൊടുക്കാതെ കണ്ണടച്ചിരിക്കുന്ന ദൈവമല്ല. നിയമം എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പഴയ നിയമത്തിൽ അക്ഷരികമായി അവര് പ്രാവിൻ കുഞ്ഞിനെയോ കാളക്കിടാവിനെയോ നാട്ടുകൊറ്റനെയോ ആട്ടിൻകുട്ടിയോ ഒക്കെ കൊണ്ടുവരും. പക്ഷേ പുതിയ നിയമത്തിൽ നമുക്കതിന്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ പെസഹ കുഞ്ഞാട് യാഗമായി തീർന്നത് കൊണ്ട് നമുക്ക് അക്ഷരികമായി യാഗത്തിന്റെ ആവശ്യമില്ല. പക്ഷെ നാം കടന്നു വരുന്നത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടതായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ പരമപാദപീഠത്തിലാണ്. ആ രക്തം നമ്മുടെ പാപത്തെ പോക്കി ശുദ്ധീകരിക്കുന്നത് കൊണ്ട് വളരെ ഭയത്തോടെ വേണം നാം ദൈവസന്നിധിയിലേക്ക് വരുവാനെന്നാണ് ഓർപ്പിക്കുന്നത്. മാത്രമല്ല, നാം പറയുന്നതായ വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം. വേർഡ്സ് മാറ്റർ ബിഫോർ ഗോഡ്. ശ്രദ്ധിക്കണം, അതാണ് തത്വം. വാക്കുകൾ ദൈവസന്നിധാനത്തിൽ മാറ്ററാണ് എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ളതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാറില്ല. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമത്തിൽ അതിന്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് നമുക്ക് അറിയണ്ടേ? പഴയ നിയമം മാത്രം നോക്കിയാൽ പോരല്ലോ. പുതിയ നിയമത്തിൽ അതിന്റെ ഇംപ്ലിക്കേഷൻ ഉണ്ടോ, അതിന്റെ ആപ്ലിക്കേഷൻ ഉണ്ടോ നോക്കണമല്ലോ. നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വന്നാട്ടെ. മത്തായിയുടെ സുവിശേഷം ചാപ്റ്റർ 12, ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 12 വേഴ്സസ് 36. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-ാമത്തെ വാക്യം. ഞാനോ നിങ്ങളോട് പറയുന്നത് 12:36. എന്നാൽ മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. എന്തിനാ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്നത്? കർത്താവ് പറയുന്നു, but I say unto you that every idle word that men shall speak, they shall give account thereof in the day of judgment. മനുഷ്യൻ പറയുന്ന ഏത് വാക്കിനും ന്യായവിധി ദിവസത്തിൽ എന്തുണ്ട്? ആ ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. പറഞ്ഞത് ഏത് സാഹചര്യത്തിലാണ്, എന്തിനാണ് പറഞ്ഞതിന് കോൺസിക്വൻസ് എന്താണ്, അതിന്റെ റെസ്പോൺസിബിലിറ്റി നീ എടുത്തോ എന്നൊക്കെ അനേക ചോദ്യങ്ങൾ ചോദിക്കും. ഒരു ന്യായാധിപന്റെ മുമ്പിൽ ചെല്ലുമ്പോ, കുറ്റക്കാരനായിട്ട് ചെല്ലുമ്പോ ആ ന്യായാധിപന് വേണ്ടി അല്ലെങ്കിൽ അവന് വേണ്ടി അവനെതിരായി വാദിക്കുന്നവന് ഒത്തിരി ചോദ്യം ചോദിക്കും. ആ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയുവാൻ അവൻ അക്കൗണ്ടബിലിറ്റി ഉള്ളവനാണ്. അപ്പോ നമ്മള് അറിയാതൊക്കെ ഈ പറഞ്ഞു പോകുന്ന വാക്കുകൾ ഉണ്ടല്ലോ, അറിയാതെ നാം ശകാരിക്കുന്ന വാക്കുകൾ ഉണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിലായാലും അല്ലാതെ ആയാലും ഒരു ദൈവവൈദ്യന്റെ വാക്കുകൾക്കെല്ലാം വില കൊടുക്കേണ്ടതാണ് എന്ന് നമ്മൾ ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 12-ാമത്തെ വാക്യം.
റെഫറൻസ് ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്, അകൃത്യം ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന് 12-ാമത്തെ വാക്യം. സഹോദരന്മാരെ, സ്വർഗത്തെയോ ഭൂമിയെയോ മറ്റ് യാതൊന്നിനെയോ ചൊല്ലി സത്യം ചെയ്യരുത്. ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഊവ എന്ന് പറഞ്ഞാൽ ഊവ എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ഇരിക്കട്ടെ. ആവശ്യമില്ലാത്ത സത്യമൊന്നും ചെയ്യാൻ പോണ്ട. നമ്മള് ഏതെങ്കിലും കാര്യം മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വേണ്ടി ജാതികളായിരിക്കുന്നതോട് സത്യം നമുക്ക് കേൾക്കാൻ കഴിയും. നിന്നാണ്, എന്നാണ്, അല്ലെങ്കിൽ എന്റെ അപ്പനാണ്, എന്റെ അമ്മയാണ് എന്നൊക്കെ പറയുന്ന ആ സത്യം ചെയ്തലുണ്ടല്ലോ, ദൈവജനത്തിന് അത് പാടില്ല. ഭൂമിയെ കൊണ്ട് സത്യം ചെയ്യരുത്, സ്വർഗത്തെ കൊണ്ട് സത്യം ചെയ്യരുത്, നിന്റെ തലയെ കൊണ്ട് സത്യം ചെയ്യരുത്, ഒന്നിനെ കൊണ്ട് സത്യം ചെയ്യരുത്. കാരണം ഒന്നും നിന്റെ സ്വന്തം അല്ലാത്തത് കൊണ്ട് ഒന്നിനെ കുറിച്ചും സത്യം ചെയ്യരുത്. പിന്നെ എന്ത് പറയണം? എല്ലാം ഊവെന്നും ഇല്ല ഇല്ല എന്ന് തന്നെ ആയിരിക്കട്ടെ. നമ്മൾ പറയുന്നത് ആ സത്യം പറയുവാൻ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞാൽ കള്ളം പറയുവാനുള്ളതായ സാഹചര്യങ്ങൾ മാല പോലെ ഒരുക്കി വരും. അത് വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. അപ്പോ ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. സത്യം പറയുവാനായിട്ട് നാം പരിശ്രമിക്കണം. ന്യായവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് നിങ്ങളുടെ വാക്ക് ഊവെന്നും ഇല്ല ഇല്ല എന്നും തന്നെ ആയിരിക്കട്ടെ. അപ്പോ മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് വാക്കുകളാൽ കടന്നു വരുന്നതായ അകൃത്യമാണ്. പഴയ നിയമത്തിൽ അത് മറ്റൊരു തലത്തിലാണെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മുടെ വാക്കുകളെ നാം സൂക്ഷിക്കണം. 39-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നു, നാവ് കൊണ്ട് ഞാൻ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ എന്റെ വായെ കടിഞ്ഞാണിട്ട് കാക്കുമെന്ന് ഞാൻ പറഞ്ഞു. വായെ കടിഞ്ഞാണിട്ട് കാക്കണം. ആവശ്യമില്ലാത്ത സംസാരങ്ങൾ, ആവശ്യമില്ലാത്ത വാക്കുകൾ, ആവശ്യമില്ലാത്തതായ കാര്യങ്ങളൊന്നും ദൈവ പൈതലിന്റെ നാവിൽ നിന്ന് വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. രക്ഷിക്കപ്പെട്ട നാള് മുതൽ നാം പലരാലും കേൾക്കുന്ന കാര്യമാണ്, പലപ്പോഴും നാം വായിക്കുന്ന കാര്യമാണെങ്കിലും സമയം വരുമ്പോൾ നമ്മൾ അതെല്ലാം എന്ത് ചെയ്യും? മറന്നു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതിന്റെ പിന്നിൽ ഒരു ന്യായവിധിയുണ്ട് എന്നുള്ള കാര്യം നാം ഓർത്തുകൊള്ളണമെന്ന് പറഞ്ഞ് ഞാൻ 4-ാമത്തെ വിഭാഗത്തിലേക്ക് പോകുകയാണ്. 4-ാമത്തെ എന്താണ്? പ്രൈസ് ദി ലോർഡ്. നാം തെറ്റുകളെ തിരിച്ചറിയേണ്ടവരാണ്. ജനറൽ ഗിൽറ്റ് റിയലൈസ്ഡ്, കൺഫെഷൻ റിക്വയർഡ്. ലേവ്യ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ബുക്ക് ഓഫ് ലെവിറ്റിക്കസ് ചാപ്റ്റർ 5:5. ആവക കാര്യത്തിൽ അവൻ കുറ്റക്കാരനാകുമ്പോൾ താൻ പാപം ചെയ്തു എന്ന് അവൻ ഏറ്റുപറയും. ഇവിടെ പാപം തിരിച്ചറിഞ്ഞാൽ ഉടനെ കൺഫസ് ചെയ്യണം. കൺഫെഷൻ റിക്വയർഡ്. അത് ഞാൻ അറിയാതെ പറഞ്ഞല്ലേ, പോട്ടെ, നിങ്ങൾ ക്ഷമിച്ചോളൂ എന്ന് പറഞ്ഞു പോകരുത്. എന്ത് ചെയ്യണം? നമ്മളത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അതിന് ദൈവസന്നിധാനത്തിൽ ഏറ്റുപറഞ്ഞേ മതിയാകുകയുള്ളൂ. And it shall be when he shall be guilty in none of these things, that he shall confess that he has sinned in that thing. ഏത് കാര്യം? 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളാണ്. പാപം എന്താണ് അവിടുത്തെ? When a person becomes aware of guilt in any of the above matters, realization triggers obligation. ഒരു വ്യക്തി അതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ, ചെയ്തതായ ആ അകൃത്യം പറഞ്ഞതായ കാര്യത്തെക്കുറിച്ച് അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ ആ അറിവ് അവന്റെ കടമയിലേക്ക്, ഏറ്റുപറച്ചിലേക്ക് അവനെ നയിക്കണം. ഇവിടുത്തെ തത്വം എന്താണെന്ന് നോക്കിക്കേ. കൺഫെഷൻ ഈസ് നോട്ട് ഓപ്ഷണൽ, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ബിഫോർ എനി ഓഫറിംഗ്. അൺകൺഫസ്ഡ് സിൻ റിമെയിൻസ് unforgiven. Praise the Lord. അപ്പോ കൺഫെഷൻ ഈസ് നോട്ട് ഓപ്ഷണൽ. ഇത് ഓപ്ഷണൽ അല്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ
ആകാമെന്നുള്ളതായ നിലയിലല്ല. കൺഫെഷൻ ഈസ് മസ്റ്റ് റിക്വയർഡ് ആണ്. തെറ്റ് ബോധ്യമായി കഴിഞ്ഞാൽ അത് ഏറ്റുപറഞ്ഞേ മതിയാകുകയുള്ളൂ. ദൈവത്തോടാണ് തെറ്റ് ചെയ്യുന്നതെങ്കിൽ ദൈവത്തോട് ഏറ്റുപറയണം. മനുഷ്യനോടാണ് തെറ്റ് പറഞ്ഞതെങ്കിൽ മനുഷ്യനോട് ഏറ്റുപറയണം. ദൈവത്തോട് പറയേണ്ടത് മനുഷ്യനോടും മനുഷ്യനോട് പറയേണ്ടത് ദൈവത്തോടും പറയേണ്ട ആവശ്യമില്ല. എന്നെ പറഞ്ഞു മനസ്സിലായോ? ദൈവത്തിന്റെ മനുഷ്യനോട് നമ്മൾ എന്തെങ്കിലും അരുതാത്തത് പറഞ്ഞിട്ട് നമ്മൾ ആരാധനാലയത്തിലേക്ക് വന്ന അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ കർത്താവേ ഞാൻ പറഞ്ഞു പോയി എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞത് കൊണ്ട് പ്രയോജനമില്ല. മനുഷ്യനോട് അവനെ നോയിക്കത്തക്ക രീതിയിൽ, അവനെ ഹത്യത്തക്ക രീതിയിൽ, അവന് പ്രയാസമുണ്ടാകത്തക്കതായ രീതിയിൽ നാം വാക്കുപയോഗിച്ചാൽ ദൈവത്തോട് പറയുന്നത് കൊണ്ട് ദൈവം ക്ഷമിക്കുകയില്ല, ദൈവത്തിന് ക്ഷമിക്കാൻ കഴിയുകയുമില്ല. മനുഷ്യനോട് ചെയ്യുന്നതായ പാപം മനുഷ്യനോട് പറഞ്ഞ് നിരപ്പ് പ്രാപിച്ചിട്ട് ദൈവത്തോട് പറയുമ്പോൾ മാത്രമേ സ്വർഗം അതിനെ ക്ഷമിക്കുകയുള്ളൂ. നമുക്ക് മുടിയനായ പുത്രന്റെ കഥ നമുക്ക് കാര്യം നോക്കാമല്ലോ. മുടിയനായ പുത്രന്റെ കഥ എടുക്കുന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ആ രണ്ടാമത്തെ പുത്രൻ എന്ത് ചെയ്തു? വീട്ടിൽ നിന്ന് അകന്നു പോയി. അവൻ അവിടെ ഇവിടെയൊക്കെ അലഞ്ഞ് ഏതായാലും ഒടുവിൽ അവനൊരു തീരുമാനമെടുക്കുകയാണ്, ഞാൻ എൻ്റെ അപ്പന്റെ ഭവനത്തിലേക്ക് എന്ത് ചെയ്യും? മടങ്ങിപ്പോകും. മടങ്ങിപ്പോയിട്ട് ഞാൻ ഇങ്ങനെ പറയും. എങ്ങനെ പറയും? അപ്പാ, ഞാൻ നിന്നോടും ദൈവത്തോടും പാപം ചെയ്തു. ആദ്യം പ്രിഫറൻസ് എവിടെയാണ്? നിന്നോട്, അപ്പനോട്. അപ്പന്റെ ഭവനത്തിൽ നിന്നാണ് ഒഴിഞ്ഞു പോയത്. അപ്പനോട് കയർത്തിട്ടാണ് അവൻ പോയത്. അപ്പനോട് വേണ്ടാത്തത് പറഞ്ഞിട്ടാണ് അവൻ ആ വീട്ടിൽ നിന്ന് പോകുന്നത്. അപ്പനെ ദുഃഖിപ്പിച്ചിട്ടാണ് ആ വീട്ടിൽ നിന്ന് അവൻ പോകുന്നത്. അവിടെ ചെന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട്, പോയ ദേശത്ത് ഇരുന്നു കൊണ്ട് ദൈവത്തോട് മാപ്പ് പറഞ്ഞത് കൊണ്ടായില്ല. അവനെ ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ ഭവനത്തിലേക്ക് ചെന്ന് ഞാൻ അപ്പനോട് പറയും. എന്ത് പറയും? അപ്പാ, ഞാൻ നിന്നോടും ദൈവത്തോടും പാപം ചെയ്തു. ഇതാണ് ശരിയായിട്ടുള്ള കൺഫെഷൻ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും മനുഷ്യനോട് പറയുവാൻ നമുക്ക് ലജ്ജയുണ്ട്, മനുഷ്യനോട് പറയുവാൻ ഒരു ഈഗോയുണ്ട്, മനുഷ്യനോട് പറയുവാൻ നമുക്ക് നമ്മുടെ ആ വലിപ്പച്ചെറുപ്പമുണ്ടല്ലോ, അത് നമ്മളെ അനുവദിക്കത്തില്ല. ഇത് ദൈവസന്നിധാനത്തിൽ പ്രസാദകരമായ കാര്യമല്ല എന്ന് നാം മനസ്സിലാക്കണം. അപ്പോ കൺഫെഷൻ ഈസ് നോട്ട് ഓപ്ഷണൽ, ഇറ്റ് ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ബിഫോർ എനി ഓഫറിംഗ്. അൺകൺഫസ്ഡ് സിൻ റിമൈൻസ് അൺഫോർഗിവൺ. ഏറ്റുപറയാത്ത പാപം അത് ക്ഷമിക്കപ്പെടാതെ ഇരിക്കും. ആരോട് ഏറ്റുപറയാത്ത പാപം? മനുഷ്യനോട് നാം ചെയ്തിട്ട്, മനുഷ്യനോട് തെറ്റ് ചെയ്തിട്ട് അവനോട് നിരപ്പ് പ്രാപിക്കാതിരുന്നാൽ, അവനോട് ഏറ്റുപറയാതിരുന്നാൽ, അവനുമായിട്ട് നിരപ്പ് പ്രാപിക്കാതിരുന്നാൽ ആ പാപം ക്ഷമിക്കപ്പെടാത്ത പാപമായിരിക്കും. ആ പാപം മാറ്റണമേ എന്ന് പറഞ്ഞ് എത്ര നാൾ ഉപവസിച്ചാലും പ്രാർത്ഥിച്ചാലും ആ പാപം ക്ഷമിക്കപ്പെടുകയില്ല. ക്ഷമിക്കപ്പെടാത്ത പാപത്തിന് ശിക്ഷയുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർക്കണം. നമുക്ക് ഒന്ന് രണ്ട് വാക്യം പുതിയ നിയമത്തിൽ നിന്നും വായിക്കാം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോ യോഹന്നാന്റെ ലേഖനം, 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 1 John chapter 1 verses 9. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകും. Praise the Lord. If we confess our sins, he is faithful and just to forgive us our sins and to cleanse us from all unrighteousness. നാം ദൈവത്തോടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ അവിടുന്ന് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാം. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 19 verses 18. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 19 verses 18. വിശ്വസിച്ചവരിൽ അനേകരും വന്ന് തങ്ങളുടെ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞ് അറിയിച്ചു. വിശ്വസിച്ചവരിൽ പലരും വന്ന് അവരുടെ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യണം? ഏറ്റുപറച്ചിൽ അനിവാര്യമാണ്.
ഏറ്റുപറച്ചിൽ അനിവാര്യമാണതാണ് നാലാമത്തെ വിഷയം. അകൃത്യയാഗം ഏറ്റുപറച്ചിലും അത്യാവശ്യമാണ് എന്ന് നാം മനസ്സിലാക്കുകയാണ്. ഇനി അടുത്തത് അഞ്ചാമത്തെ വിഷയമാണ്. അകൃത്യയാഗം കൊണ്ടുവരേണ്ടതായ അഞ്ചാമത്തെ വിഷയം ഓഫൻസ് അഗെയിൻസ്റ്റ് ഹോളി തിങ്സ്, സീക്രട്ട് പ്രോപ്പർട്ടി. ഓഫൻസ് അഗെയിൻസ്റ്റ് ഹോളി തിങ്സ്, വിശുദ്ധ വസ്തുക്കൾക്ക് എതിരായിട്ടുള്ളതായ കുറ്റം. എന്താണ് നമുക്ക് നോക്കാം. ലേവ്യ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 14 മുതൽ 16 വരെയുള്ളതായ വാക്യങ്ങളാണ്. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തതെന്നാൽ, ആരെങ്കിലും യഹോവയുടെ വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ച് അബദ്ധവശാൽ അതിക്രമം ചെയ്തു പിഴച്ചുവെങ്കിൽ അവൻ തന്റെ അകൃത്യത്തിന് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം നീ മതിക്കുന്ന വിലയ്ക്കുള്ളതായി ഊനമില്ലാത്ത ഒരു ആട്ടുകൊറ്റനെ അകൃത്യയാഗമായി യഹോവയ്ക്ക് കൊണ്ടുവരണം. വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ച് താൻ പിഴച്ചതിന് പകരം മുതലും അതിനോട് 5-1 കൂട്ടിയും അവൻ പുരോഹിതന് കൊടുക്കണം. പുരോഹിതൻ അകൃത്യയാഗത്തിനുള്ള ആട്ടുകൊറ്റനെ കൊണ്ട് അവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം, എന്നാൽ അത് അവനോട് ക്ഷമിക്കും. അപ്പം വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ചിട്ടുള്ളതായ പാപമാണ്. എന്താ പറയുന്നത്? യഹോവ പിന്നെയും and the Lord spake unto Moses saying, if a soul committed trespass and sin through ignorance in the holy things of the Lord, then he shall bring for his trespass unto the Lord a ram without blemish out of the flocks with thy estimation by shekels of silver after the shekel of the sanctuary for a trespass offering. വിശുദ്ധ വസ്തുക്കളെ കൊണ്ട് എന്തെങ്കിലും അശുദ്ധമായത് പ്രവർത്തിച്ചാൽ, അശുദ്ധമായത് ചെയ്താൽ പുരോഹിതനാണ് അതിന്റെ ശിക്ഷ വിധിക്കൽ. പുരോഹിതൻ അതിന്റെ ശിക്ഷ വിധിക്കണം. പുരോഹിതൻ അതിന്റെ വില കൽപ്പിക്കണം. പുരോഹിതൻ കൽപ്പിക്കുന്നതായ വിലക്കൊത്തവണ്ണം എന്ത് ചെയ്യണം? അവനൊരു ആട്ടുകൊറ്റനെ കൊണ്ടുവരണം. അത് അവന്റെ ഇഷ്ടപ്രകാരമല്ല, ഞാൻ ഇത്രയ്ക്കേ ചെയ്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഇത്രേ കൊണ്ടുവരത്തുള്ളൂ എന്നല്ല. പുരോഹിതൻ അത് ഇവാലുവേറ്റ് ചെയ്യും. ആ പാപത്തിന്റെ കാഠിന്യം, പാപത്തിന്റെ ഗൗരവം പുരോഹിതൻ അത് അസസ് ചെയ്തിട്ട് പുരോഹിതൻ അതിനൊരു വിലയിടും. ആ വിലക്കൊത്തവണ്ണം എന്ത് ചെയ്യണം? താൻ പിഴച്ചതിന് അവനൊരു ആട്ടുകൊറ്റനെ അവിടെ കൊണ്ടുവരണം. ഊനമില്ലാത്തൊരു ആട്ടുകൊറ്റനെ അകൃത്യമായിട്ട് അർപ്പിക്കണം. ആ അകൃത്യയാഗമായിട്ട് അർപ്പിച്ചാൽ മാത്രം പോരാ, അവൻ കൊടുക്കുന്നതായ ആ പിഴയ്ക്ക് മുതലും അതിനോട് 5-1 കൂട്ടിയും പുരോഹിതന് കൊടുക്കണം. ഇതാണ് 5-ാമത്തെ വിഷയം. അപ്പൊ ആലയത്തിനകത്തുള്ളതായ വസ്തുക്കളെ വളരെ വിലയുള്ളതായും വളരെ പ്രഷ്യസ് ആയിട്ടും കരുതുവാൻ ദൈവജനം തയ്യാറാകണം. നമുക്കറിയാം നമ്മുടെ ആലയത്തിനകത്തുള്ളതായ വസ്തുക്കൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. ഇവിടുത്തെ പാപം എന്താണെന്ന് നോക്കിക്കേ. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. മിസ്യൂസിങ്, മിസ്അപ്രോപ്രിയേറ്റിംഗ് or neglecting the holy things of the Lord, tithes, first fruits, temple property, even unintentionally. ദശാംശം സംബന്ധിച്ചോ ആദ്യഫലം സംബന്ധിച്ചോ ആലയത്തിലെ വസ്തുക്കളെ സംബന്ധിച്ചോ അകൃത്യം ചെയ്താൽ, പുതിയ നിയമ ചർച്ചിൽ ഇത് നമ്മൾ ചിന്തിക്കാറേ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോകുകയാണ്, അല്ലെങ്കിൽ ആ തൽക്കാലം ഞാൻ പറയുന്നില്ല, പോട്ടെ. അപ്പൊ ഇത് മാത്രം നിങ്ങൾ ചിന്തിക്കുക. ദശാംശം സംബന്ധിച്ചോ ആദ്യ ഫലത്തെ സംബന്ധിച്ചോ ആലയത്തിലെ വസ്തുക്കളെ സംബന്ധിച്ചോ എന്തെങ്കിലും അകൃത്യം ചെയ്തു കഴിഞ്ഞാൽ, അകൃത്യം ചെയ്യുന്നത് മാത്രമല്ല, ആദ്യം ഒരു യാഗവസ്തുവിനെ കൊണ്ടുവരണം. എന്നിട്ട് എന്താണോ അകൃത്യം ചെയ്തത്, അല്ലെങ്കിൽ പുരോഹിതൻ അത് കണക്കാക്കി അതിന്റെ മുതലും, അതിന്റെ മുതൽ എത്രയാണോ അതിന്റെ 20% കൂടെ 20% മോർ ഹാസ് ടു പേ അറ്റ് ദ സാങ്ച്വറി. പുരോഹിതൻ അത് കൊടുക്കണം. ഇവിടെ റിക്വയർമെന്റ് എന്ന് പറയുന്നത്
bring a ram without blemish plus pay full value plus additional 20% extra to the priest. തത്വം ഇതാണ്. Praise the Lord. Restitution with 20% was required. God's holiness. 20% അത് എക്സ്ട്രാ കൊടുക്കണം. അത് ഒഴിവാക്കണമെങ്കിൽ ഇത് സംബന്ധിച്ചിട്ടുള്ളതായ അകൃത്യമൊന്നും ചെയ്യരുത്. ആലയത്തിലെ വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ച് അകൃത്യം ചെയ്യാതിരിക്കാൻ നാം സൂക്ഷിക്കണം. ഇനി നമുക്ക് പുതിയ നിയമത്തിൽ അതിന്റെ പ്രിൻസിപ്പിൾ ഒന്ന് നോക്കാം. പുതിയ നിയമത്തിൽ എന്താ അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? കൊരിന്ത്യ ലേഖനത്തിലേക്ക് വന്നിട്ട് കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം കർത്താവിന്റെ മേശയുള്ളതായ ബന്ധത്തിലാണ് നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രധാനമായും വായിക്കാൻ നമുക്ക് 1 Corinthians chapter 11 verses 27. അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. അത് കർത്താവിന്റെ മേശയെ സംബന്ധിക്കുന്ന കാര്യമാണ്. അത് കർത്താവിന്റെ മേശയിൽ ശുശ്രൂഷിക്കുന്ന എല്ലാ കർത്താവിന്റെ ദാസന്മാരും കമ്പൽസറി ആയിട്ട് ആ വാക്ക് പറഞ്ഞിരിക്കും. ഒരു ഉദാഹരണം നമുക്ക് ആദിമസഭയിൽ കാണുവാനായിട്ട് കഴിയും. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം 1 മുതലുള്ളതായ വാക്യങ്ങൾ 5 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്ക് അവിടെ ഒരു കുടുംബത്തെ കാണുവാൻ കഴിയും. ആരാണ് ആ കുടുംബം? അനന്യാസും സഫീറയും. അനന്യാസും സഫീറയും മറ്റുള്ളവർ ചെയ്യുന്നത് നോക്കി അവർക്ക് ലഭിച്ചതായ മാന്യത ലഭിക്കേണ്ടതിന് തങ്ങളും എന്ത് ചെയ്തു? ഒരു തീരുമാനമെടുത്തു. മറ്റവർ ചെയ്തതുപോലെ ഒരു തീരുമാനം എവരും എടുത്തു. അതിൽ തീരുമാനമെടുത്തതിൽ തെറ്റൊന്നുമില്ല. വസ്തുവകകൾ വിറ്റ് മറ്റുള്ളവരെല്ലാം അതുപോലെ കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അത് കണ്ടു കഴിഞ്ഞപ്പോ നല്ല കാര്യമാണല്ലോ എന്ന് തോന്നി അനന്യാസും സഫീറയും തീരുമാനമൊക്കെ എടുത്ത് വീട്ടിൽ ചെന്നപ്പോ തമ്മിലൊരു ആലോചന. ഇത്രയും കൊടുക്കണം, ഇത്രയും എന്തിനാ കൊടുക്കുന്നത്? ഇത്രയും കൊടുത്തിട്ട് എന്താ കാര്യം? നമുക്ക് അല്പം ഒന്ന് മാറ്റിവെക്കാം. ശ്രദ്ധിക്കണം, ഭവനത്തിനകത്തെടുക്കുന്നതായ തീരുമാനങ്ങളും ദൈവസന്നിധാനത്തിൽ പബ്ലിക്കാണെന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം. ദൈവസന്നിധാനത്തിൽ ഒരു തീരുമാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം മാറ്റരുത്. ആ തീരുമാനമായിരിക്കണം. നമ്മളെടുക്കുന്ന തീരുമാനം ഏതനുസരിച്ചാണ്? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല തീരുമാനം എടുക്കേണ്ടതുണ്ട് അറിയണം. ദൈവവചനത്തിന്റെ ബേസിൽ വേണം നമ്മുടെ തീരുമാനങ്ങൾ വരാൻ. എങ്കിൽ മാത്രമേ ദൈവം അതിൽ പ്രസാദിക്കുകയുള്ളൂ. അപ്പോ അവിടെ എന്താ സംഭവിച്ചത്? അനന്യാസും സഫീറയും ആ തീരുമാനമെടുത്തു. പക്ഷേ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നപ്പോ അവരെടുത്ത തീരുമാനത്തിനൊത്തവണ്ണം ആലയത്തിലേക്ക് കൊണ്ടുവന്നില്ല. എന്താ ഫലമെന്ന് നമുക്കറിയാം. അറിയേണ്ടതിന് നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. അപ്പോ എന്താ കാര്യം? ഒഫൻസ് അഗൈൻസ്റ്റ് ഹോളി തിങ്സ് ആ ദൈവസന്നിധിയിൽ കൊണ്ടുവരേണ്ടത്, ദൈവസന്നിധാനത്തിൽ എടുത്തതായ തീരുമാനം, ദൈവിക ആലയത്തിലുള്ളതായ വസ്തുക്കളെ സംബന്ധിച്ച് നാം ഒരിക്കലും അകൃത്യം ചെയ്യരുത് എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. അപ്പോ പഴയ നിയമത്തിലെ അതേ പ്രമാണം തന്നെ നമുക്ക് പുതിയ നിയമത്തിലും കാണുവാനായിട്ട് കഴിയും. ഇനി 6-ാമത്തെ വിഷയത്തിലേക്ക് വേഗത്തിൽ വരാം. 5-ാം അധ്യായത്തിന്റെ 17 മുതൽ 19 വരെയുള്ളതായ വാക്യങ്ങളാണ്. അൺഇന്റൻഷണൽ സിൻസ് അഗൈൻസ്റ്റ് ഗോഡ്സ് കമാൻഡ്സ്. അതായത് വളരെ കാര്യമാക്കാതെ അൺഇന്റൻഷണൽ സിൻസ് അഗൈൻസ്റ്റ് ഗോഡ്സ്, ദൈവത്തിന്റെ കൽപ്പനയെ ലംഘിക്കുന്നത് കൊണ്ടുള്ളതായ അകൃത്യമാണ് അടുത്തു വരുന്നത്. ആയിരിക്കാം നമുക്ക് ലേവ്യപുസ്തകം 5-ാം അധ്യായത്തിന്റെ 17 മുതലുള്ളതായ വാക്യങ്ങൾ. ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും ആരെങ്കിലും പിഴച്ചിട്ട് അവൻ അറിയാതിരുന്നാലും കുറ്റക്കാരനാകുന്നു. അവൻ തന്റെ കുറ്റം വഹിക്കണം. അവൻ അകൃത്യയാഗത്തിനായി നിന്റെ മതിപ്പ് പോലെ ഗുണമില്ലാത്ത ഒരു ആട്ടുകൊറ്റനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. അവൻ അബദ്ധവശാൽ പിഴച്ചതും അറിയാതിരുന്നതുമായ പിഴയ്ക്കായി പുരോഹിതൻ അവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അത് അവനോട് ക്ഷമിക്കും. ഇത് അകൃത്യയാകും. അതാണ് 6-ാമത്തെ കാര്യം.
എന്താണ്? യഹോവ ചെയ്തിട്ടുള്ള കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും ആരെങ്കിലും പിഴച്ച, ദൈവത്തിന്റെ മുമ്പിൽ രണ്ട് കൽപ്പനകളാണ്. ചിലത് ചെയ്യണമെന്നുള്ളതായ കൽപ്പന, ചിലത് ചെയ്യരുതെന്നുള്ള കൽപ്പന. ഈ കൽപ്പിച്ചിട്ടുള്ളതായ കൽപ്പനകളിൽ ഏതേലും വിഷയത്തിൽ കുറ്റക്കാരനായാൽ, എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇത് രണ്ടും അകൃത്യമാണ്. ഇത് രണ്ടും ചെയ്യാതിരുന്നാൽ ഇത് രണ്ടിൽ ഏതെങ്കിലും സംഭവിച്ചിട്ട് അവൻ അറിയാതിരുന്നാലും കുറ്റക്കാരനാണ്. സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. സ്നാനപ്പെടണമെന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും സ്നാനപ്പെടാതിരുന്നാൽ അത് കുറ്റമാണ്. ആലയത്തിലെ കൂട്ടായ്മകൾ മുടക്കരുത്, ദൈവകൽപ്പനയാണ്. അറിഞ്ഞാലും കൊള്ളാം, അറിഞ്ഞില്ലേലും കൊള്ളാം. അത് മുടക്കിയാൽ കുറ്റകരം. അരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, കള്ളം പറയരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അത് കുറ്റകരമാണെന്ന് അറിഞ്ഞാലും കൊള്ളാം, അറിഞ്ഞില്ലേലും കൊള്ളാം. കള്ളമാണെന്ന് അറിയാതെ പറഞ്ഞാലും കൊള്ളാം, അറിഞ്ഞുകൊണ്ട് പറഞ്ഞാലും കൊള്ളാം. അതിന് കുറ്റം, അത് ദൈവസന്നിധിയിൽ അകൃത്യമാണ്. അപ്പൊ ശ്രദ്ധിക്കണം, നമ്മൾ ചെയ്യുന്നതും നമ്മുടെ പ്രവൃത്തികളെ നാം എന്ത് ചെയ്യണം? പരിശോധിക്കണം. ഏത് പ്രവൃത്തിയായാലും, നാം എത്രയോ പ്രവൃത്തികളാണ് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ മുതൽ തിരിച്ച് രാത്രി കിടക്കയിലേക്ക് പോകുന്നിടം വരെ നമ്മൾ ചെയ്യുന്നത്. ഈ ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച് എന്തെങ്കിലും നമ്മൾ ചിന്തിക്കാറുണ്ടോ? മിക്കവാറും അത് ചിന്തിക്കാറില്ല. എന്താണ് ചെയ്യുന്നതെന്നോ എന്താണ് ചെയ്യാത്തതെന്നോ നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ ചെയ്യുന്നതായ കാര്യങ്ങൾ, നമ്മൾ ചെയ്യാത്തതായ കാര്യങ്ങൾ, ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നതും, ചെയ്യരുതാത്തത് ചെയ്യുന്നതും രണ്ടും ദൈവസന്നിധിയിൽ കുറ്റകരമാണ്. അപ്പോ അത് വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യരുത് എന്നും തിരുവചനത്തിൽ നിന്ന് നാം വ്യക്തമായി അറിയണം. പഴയ നിയമത്തിൽ 613 കമാൻഡ്മെന്റ്സ് ഉണ്ട്. അത് കുറെയൊക്കെ ചെയ്യണമെന്നും കുറെയൊക്കെ ചെയ്യരുതെന്നും ഉണ്ട്. അത് ഇസ്രായേൽ ജനത്തിന് കൊടുത്തിരിക്കുന്നതായ കൽപ്പനകളാണ് മിക്കതും. അതിൽ കുറെയൊന്നും നമുക്കുള്ളതല്ല. കുറെയൊക്കെ നമുക്കുള്ളതും കൂടിയാണ്. അത് പുതിയ നിയമത്തിൽ അത് ഇന്റർ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പുതിയ നിയമത്തിൽ എന്തൊക്കെയാണ് ചെയ്യരുത്, എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത് നമുക്ക് സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും തുടർമാനമായി എഴുതിയിട്ടുണ്ട്. ശ്രദ്ധിച്ചു വായിക്കണം. 1300-നും 1400-നും ഇടയ്ക്ക് കൽപ്പനകൾ പുതിയ നിയമത്തിലുണ്ട്. രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റുള്ളൂ. ചെയ്യരുത്, ചെയ്യണം. ചെയ്യരുത്, ചെയ്യണം. രണ്ട് ലിസ്റ്റ് തയ്യാറാക്കണം. ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്. ആ ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുന്നുണ്ടോ, ഇത് രണ്ടും ശ്രദ്ധിക്കണം. അത് അറിഞ്ഞാലും കൊള്ളാം, അറിഞ്ഞില്ലേലും കൊള്ളാം. അവിടെ ചെല്ലുമ്പോൾ നിരത്തി എഴുതും. ഈ കാണുന്ന കാര്യങ്ങളെല്ലാം നിരത്തി ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് ചെയ്തോ, ഇത് ചെയ്തോ, ഇത് ചെയ്യാത്തതെന്ത്, ഇത് ചെയ്യാത്തതെന്ത്, ഇത് ചെയ്തതെന്ത്, ഇത് ചെയ്തതെന്ത്, ഇങ്ങനെയുള്ള ചോദ്യം ഓരോന്നിലും വരും. എല്ലാത്തിനും വി ആർ അക്കൗണ്ടബിൾ. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ കാര്യം? പുതിയ നിയമത്തിൽ വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് എന്നുള്ളതായ കാര്യം ഓർക്കണം. പുതിയ നിയമത്തിൽ നമുക്കതിന് ഒത്തിരി ഉദാഹരണങ്ങൾ ഉണ്ട് കേട്ടോ. 2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 48-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ലൂക്ക് ചാപ്റ്റർ 12 വേഴ്സസ് 48.
അറിയാതെ കണ്ട് അടിക്ക് യോഗ്യമായത് ചെയ്തവന് കുറെ അടികൊള്ളും, വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യം. അറിയാതെ കണ്ട് ചെയ്തവന് കുറെ അടിയുള്ളൂ, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവന് ആവശ്യം പോലെ അടിയുള്ളൂ. അപ്പൊ അറിഞ്ഞാലും കൊള്ളാം, അറിഞ്ഞില്ലെങ്കിലും കൊള്ളാം, അനുസരിച്ചില്ലെങ്കിൽ ആടി പാഴ്സലാണ്. അടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ, അടി തുടങ്ങിയിട്ടില്ല. അപ്പോ അത് കിട്ടാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അറിഞ്ഞ് ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്യേണ്ടാത്തത് ചെയ്യാതിരിക്കുകയും വേണം. റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യങ്ങൾ വായിക്കാം. ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 2 verses 12. For as many as have sinned without law shall also perish without law. ന്യായപ്രമാണം അറിയാതെ പാപം ചെയ്തവൻ ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം അറിയത്തില്ല, വചനമേ അറിയത്തില്ല. വചനമേ അറിയാത്തത് കൊണ്ട് അവൻ പാപം ചെയ്തു. അവനെന്ത് ചെയ്യും? വചനത്താൽ വിധിക്കപ്പെടാതെ അല്ലാതെ വിധിക്കപ്പെടും, അവൻ നാശത്തിലേക്ക് പോകും. അപ്പൊ വചനം അറിഞ്ഞാലും വചനം അറിഞ്ഞില്ലെങ്കിലും അനുസരണക്കേട് കാണിച്ചാൽ ഷുവർ ജഡ്ജ്മെന്റ് ക്ലിയർ. ശ്രദ്ധിക്കണം. അതുകൊണ്ട് ആറാമത്തെ വിഷയം അൺഇന്റൻഷണൽ സിൻസ് അഗെയിൻസ്റ്റ് ദ കമാൻഡ്സ്. ദൈവത്തിന്റെ കൽപ്പനയെ സംബന്ധിച്ച് നാം അശ്രദ്ധയോടെ ചെയ്യുന്നതായ കാര്യങ്ങളാണ് ആറാമത്തെ വിഷയം. ഏഴാമത്തെ കാര്യം കൂടെ വായിച്ച് ഞാൻ ആ ചിന്ത അവസാനിപ്പിക്കാം. അകൃത്യയാഗം നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് 5-ാം അധ്യായം അത്ര ഡീറ്റെയിൽ എടുക്കുന്നത്. ഇനി 6-ാം അധ്യായം മുതൽ 15-ാം അധ്യായം വരെ ഞാൻ ഹെഡിങ് മാത്രം പറഞ്ഞേ പോകത്തുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് അറിവിലേക്ക് വേണ്ടി മാത്രം. 7-ാമത്തെ കാര്യം ഒന്ന് വായിക്കാം. സിൻസ് അഗെയിൻസ്റ്റ് നെയ്ബർ റിക്വയറിംഗ് റെസ്റ്റിറ്റ്യൂഷൻ. വായിക്കാൻ നമുക്ക് ലേവ്യ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 2-3 വാക്യങ്ങൾ മാത്രം വായിക്കാം. 1 മുതൽ 7 വരെയാണ് റെഫറൻസ് എങ്കിലും 2-3 വാക്യങ്ങൾ മാത്രം വായിക്കും. ആരെങ്കിലും പിഴച്ച് യഹോവയുടെ അതിക്രമം ചെയ്ത് തന്റെ പക്കൽ ഏൽപ്പിച്ച വസ്തുവിനെയോ പണയം വെച്ചതിനെയോ മോഷണ കാര്യത്തെയോ സംബന്ധിച്ച കൂട്ടുകാരനോട് പോഷ്ക പറയുകയെങ്കിലും കൂട്ടുകാരനോട് വഞ്ചന ചെയ്യുകയെങ്കിലും കാണാതെ പോയ വസ്തു കണ്ടിട്ട് അതിനെക്കുറിച്ച് പോഷ്ക പറഞ്ഞ് മനുഷ്യനെ പിഴയ്ക്കുന്ന ഈ വക വല്ല കാര്യത്തിലും കള്ളസത്യം ചെയ്യുക എങ്കിലും ചെയ്തിട്ട് അവൻ പിഴച്ച് കുറ്റക്കാരനായാൽ താൻ മോഷ്ടിച്ചതോ വഞ്ചിച്ചെടുത്തതോ തന്റെ പക്കൽ ഏൽപ്പിച്ചതോ കാണാതെ പോയിട്ട് താൻ കണ്ടതോ താൻ കള്ളസത്യം ചെയ്തിട്ട് എടുത്തതോ ആയതൊക്കെയും മുതലോട് 5 കൂട്ടി പകരം കൊടുക്കണം. അയൽക്കാരനോടുള്ളതായ ബന്ധം സൂക്ഷിക്കണം. അയൽക്കാരനോട്, നെയ്ബറോടുള്ളതായ ബന്ധം സൂക്ഷിക്കണം. വളരെ വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. അപ്പോ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണെന്ന് നോക്കിയേ, അവിടെ വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുകയാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല, നിങ്ങളത് ശരിക്കൊന്ന് വായിച്ചു നോക്കണം. അയൽക്കാരന്റെ കാണാതെ പോയ വസ്തു കണ്ടിട്ട് നിഗ്ലക്ട് ചെയ്താൽ കുഴപ്പമാണ്. അയൽക്കാരന്റെ കാണാതെ പോയ വസ്തുവിനെ കണ്ടിട്ട് അത് എടുത്തു വെച്ചാൽ അത് കുറ്റമാണ്. അത് അയൽക്കാരനോട് കള്ളസത്യം എടുത്തോ എന്ന് ചോദിച്ചാൽ എടുത്തിട്ട് ഞാൻ കണ്ടതേ ഇല്ല, ഞാൻ എടുത്തതേ ഇല്ല എന്ന് പറയുന്നത് കള്ളസത്യമാണ്, അത് കുറ്റകരമാണ്. അയൽക്കാരന്റെ പശുവിനെ വയലിൽ കെട്ടിയിരിക്കുകയാണ്. ഒരു ഉദാഹരണം, അവനെന്ത് ചെയ്തു? നടന്നു പോകുമ്പോണ്ട് വേറൊരുത്തം വന്ന് ആ പശുവിനെ അങ്ങ് അഴിച്ചോണ്ട് പോയി. വൈകിട്ട് അയൽക്കാരൻ വന്ന് ചോദിച്ചു, ഞാൻ എന്റെ പശുവിനെ വയലിൽ കെട്ടിയിരുന്നല്ലോ, നീ അതിനെ കണ്ടോ? ഞാൻ അതിനെ കണ്ടില്ല. പക്ഷെ ഉച്ചയ്ക്ക് പോയപ്പോ മറ്റേ 3-ാമത്തെ അയൽക്കാരൻ വന്ന പശുവിനെ അഴിച്ചുകൊണ്ട് പോകുന്നത് അവൻ കണ്ടതാ. ഞാൻ കണ്ടില്ല. അഴിച്ചതവനല്ല, ആ പശുവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അഴിച്ചുകൊണ്ട് പോയത് മാത്രമേ കണ്ടുള്ളൂ. പക്ഷെ കുറ്റക്കാരൻ ഇവിടെ ആരാ? കുറ്റക്കാരനാ, കണ്ടവൻ കുറ്റക്കാരനാണ്. പുതിയ നിയമസഭയിൽ ശ്രദ്ധിക്കണം.
ഒരു മനുഷ്യൻ കുറ്റം ചെയ്തിട്ട് ആദ്യം പറഞ്ഞതുപോലെ കുറ്റം മറച്ചു വെക്കരുത്. അത് അയൽക്കാരന് ദോഷം വരുന്നത് നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന് ഉണ്ടാകരുത്. ഇതോടുള്ളതായ ബന്ധത്തിലാണ് കർത്താവ് പറഞ്ഞത് അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന്. നമ്മുടെ ഒരു വസ്തു ഒരു മുട്ടുസൂചി എടുത്താലും നമ്മുടെ പെർമിഷൻ കൂടാതെ എടുത്തു കഴിഞ്ഞാൽ നാം അതിനെ കുറ്റം വിധിക്കുവാൻ തയ്യാറാകും. ശ്രദ്ധിക്കണം, അയൽക്കാരനോടുള്ളതായ ബന്ധം നാം സൂക്ഷിക്കണം. കള്ളസത്യം ചെയ്തെടുത്തതോ ആയതൊക്കെയും മുതലോട് 1/5 കൂട്ടി കൊടുക്കണം. അതും കൂടെ നാം അത് ശ്രദ്ധിക്കണം. അപ്പോ അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോ വളരെ വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. അവിടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് സിൻ കമ്മിറ്റഡ് അഗേൻസ്റ്റ് അതർ പീപ്പിൾ, ഫ്രോഡ്, റോബറി, ഡിസീറ്റ്, withholding entrusted property, these are described as trespasses. കള്ളം കാണിക്കുക, വഞ്ചന കാണിക്കുക, മോഷ്ടിക്കുക, ചതിക്കുക, മറ്റുള്ളവർ വിശ്വസിച്ച് ഏൽപ്പിച്ചേക്കുന്നത് തിരിച്ചു കൊടുക്കാതിരിക്കുക, വാങ്ങിച്ചിട്ട് കൊടുക്കാതിരിക്കുക, ഇതെല്ലാം എന്താണ്? ഇതെല്ലാം അകൃത്യമാണ്. ശ്രദ്ധിക്കണം, അന്യന്റെ മുതല് നമ്മുടെ കൈവശം വെച്ചിട്ട് നാം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നെവർ പ്രാർത്ഥന ദൈവം കേൾക്കുകയേയില്ല. ഞാനൊരു മനുഷ്യന്റെ 10,000 രൂപ കടം വാങ്ങിച്ചു, ഞാനത് തിരിച്ചു കൊടുത്തില്ല. തിരിച്ചു കൊടുക്കാതെ ദൈവസന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചാൽ ഏത് ദൈവം കേൾക്കും? ഒരു ദൈവവും കേൾക്കത്തില്ല. ദൈവത്തിന്റെ മുമ്പാകെ അത് അറപ്പാണെന്നുള്ള കാര്യം ഓർക്കണം. അതുകൊണ്ടാണ് ഞാൻ കൂടെ പറയാറുള്ളത്, ഫൈനാൻഷ്യലി ഇഫ് എ പേഴ്സൺ സ്ട്രെയിറ്റ് then only he can be a spiritual man. നമ്മുടെ ഭൗതികത്തിൽ നാം സ്ട്രെയിറ്റ് ആയെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയത്തിൽ നിൽക്കുവാൻ കഴിയുകയുള്ളൂ. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോ ഞാൻ അത്രയും പറഞ്ഞ് തൽക്കാലം ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അകൃത്യയാഗത്തിനുള്ളതായ 7 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ആ 7 കാര്യങ്ങൾ ആത്മീകമായി ചിന്തിച്ച് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ആ വിഷയങ്ങൾ ഉണ്ടാകുന്നു എങ്കിൽ നാം അതിനോട് ദൈവസന്നിധാനത്തിലും അതുമായി ബന്ധപ്പെട്ടവരുമായി നിരപ്പ് പ്രാപിക്കണമെന്നാണ് പുതിയ നിയമവിശ്വാസിയെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ സന്നിധി വിശുദ്ധമാണ്, ദൈവത്തിന്റെ സന്നിധി നിഷ്കളങ്കമാണ്, ദൈവത്തിന്റെ സന്നിധി നേരുള്ളതാണ്. അതുകൊണ്ട് ആയതിലേക്ക് ദൈവത്തോട് ചേർന്നായിരിക്കാൻ നമുക്ക് ഇടയാക്കി തീർക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. 8ാമതൊരു കാര്യങ്ങളുണ്ട്, അത് നമ്മുടെ റിലേഷൻഷിപ്പ് ഒരിക്കലും ബ്രേക്ക് ചെയ്യാതിരിക്കണം എന്നുള്ളത്. ആരുമായിട്ടും റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാതിരിക്കണം. വേദപുസ്തകം എന്ന് പറയുന്നത് ബുക്ക് ഓഫ് റിലേഷൻഷിപ്പാണ്. റിലേഷൻഷിപ്പോട് കൂടിയാണ് നമ്മൾ ദൈവത്തിന്റെ വചനം ആരംഭിക്കുന്നത്. ആ വചനം തുടർന്ന് പോകുന്നത് റിലേഷൻഷിപ്പിന്റെ ബേസിലാണ്. റിലേഷൻഷിപ്പ് എവിടൊക്കെ ബ്രേക്ക് ആയിട്ടുണ്ടോ അവിടൊക്കെ അകൃത്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവിടൊക്കെ പാപം ഉണ്ടായിട്ടുണ്ട്, അവിടൊക്കെ കൊലപാതകം ഉണ്ടായിട്ടുണ്ട്, അവിടൊക്കെ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുന്നു. നമ്മുടെ റിലേഷൻഷിപ്പ് ഒരിക്കലും ബ്രേക്ക് ചെയ്യുവാനായിട്ട് പാടില്ല. റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുവാൻ ഇടയാകുന്നതായ സന്ദർഭങ്ങളെ മനസ്സിലാക്കി റിലേഷൻഷിപ്പ് പണിത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞ ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നാം 5 യാഗങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. ഹോമയാഗം ദൈവത്തിന്റെ സമ്പൂർണമായ സമർപ്പണത്തെ കാണിക്കുക. നാം ദൈവസന്നിധാനത്തിൽ ചെയ്യേണ്ടതായ സമ്പൂർണമായ സമർപ്പണത്തെ കാണിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ കാൽവറി ക്രൂശിൽ അത് പൂർണ്ണമായും നിവർത്തിച്ചു. 2ാമത് നാം ചിന്തിച്ചത് ഭോജനയാഗമാണ്. ഭോജനയാഗം ദൈവവുമായിട്ടുള്ളതായ അനന്തമായ ഫെലോഷിപ്പിനെയാണ് നമ്മൾ കാണിക്കുന്നത്.
അത് കർത്താവായ യേശു ക്രിസ്തു അത് ക്രൂശ് നിർവഹിക്കുവാനിടയായി. അതുകൊണ്ട് യോഹന്നാൻ പറയുന്നു, കർത്താവിനുള്ളതായ കൂട്ടായ്മ ആചരിക്കേണ്ടത് പിതാവിന് പുത്രനുള്ളതായ കൂട്ടായ്മ പോലെ നമുക്ക് തമ്മിൽ തമ്മിൽ കൂട്ടായ്മയുണ്ട്. ഭോജനയാഗം കൂട്ടായ്മ ബന്ധത്തെ കാണിക്കുകയാണ്. മൂന്നാമത്തെ സമാധാനയാഗമാണ്. കാൽവറി ക്രൂശിൽ കർത്താവ് നമ്മുടെ സമാധാനമായി മാറി. അതുകൊണ്ട് തമ്മിൽ തമ്മിൽ സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്ക എന്ന് തിരുവചനത്തിൽ നമുക്ക് ഉപദേശം ലഭിച്ചിരിക്കുകയാണ്. നാലാമത്തത് പാപയാഗമാണ്. അഞ്ചാമത്തത് അകൃത്യയാഗമാണ്. ഈ യാഗങ്ങളെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൽ കൃത്യമായി നിർവഹിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് അക്ഷരികമായ യാഗമില്ല. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥനായി നിൽക്കുകയാണ്. പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥത അടച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് കടന്നെല്ലാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.